ഹലോ ഫ്രണ്ട്സ്, സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ എന്ന മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് രണ്ട് പാർട്ടായിട്ടാണ്, ഒന്ന് പവേർട്ടി, മറ്റൊന്ന് അൺഎംപ്ലോയ്മെൻറ്റ്. ഈ രണ്ട് ഭാഗങ്ങളാണ് ഈ യൂണിറ്റ് നമ്മൾ കവർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് പവേർട്ടിയെക്കുറിച്ച്. അതായത് ഇന്ത്യ എന്നുള്ളത് ലോകത്തെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ അഞ്ചാമത്തെ വലിയ എക്കണോമിക് രാജ്യവും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അധിവസിക്കുന്ന രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉള്ളതോടുകൂടി ഉള്ള ഇന്ത്യക്കുള്ള മറ്റൊരു പ്രശ്നമാണ് 363 മില്യൺ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിലവിലെ കണക്കനുസരിച്ച് അതിനേക്കാളൊക്കെ ഒരുപാട് അധികം പുവർ പീപ്പിൾ ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമാണ്. പ്രധാനമായിട്ട് ഇന്ത്യയിൽ UP, ബീഹാർ, ഒറീസ, മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ ഈ രാജ്യങ്ങളിലേക്ക്, ഈ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഈ ആളുകൾ കൂടുതലായിട്ട് ഈ പുവർ പീപ്പിൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അധിവസിക്കുന്നത്. അപ്പം ഇനി പവേർട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ദാരിദ്ര്യം അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, ഇത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആയ സംഭവങ്ങളാണ്. ഇത് രണ്ടും ഈ ഒരുപാട് പ്രശ്നങ്ങൾ, സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള, അതായത് പലപ്പോഴും അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാത്തത് കാരണമായിരിക്കും പലപ്പോഴും പവേർട്ടിയിലേക്ക് നയിക്കുക. കാരണം പരസ്പരം അതൊരു കണക്റ്റഡ് ആയ കാര്യമാണ്. ഇനി മറ്റൊന്നാണ് പലപ്പോഴും ഈ ജനറേഷൻ, അതായത് ചില ഫാമിലീസ് അവർ അൺഎംപ്ലോയിഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവർ പവേർട്ടി ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പലപ്പോഴും അവിടെ അടുത്ത തലമുറയും ആ രീതിയിലേക്ക് ആയി മാറും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിന് നമ്മൾ ഹെറിഡിറ്റി പ്ലാഗ് എന്നാണ് പറയുക. ഈ പാരമ്പര്യമായി വരുന്ന ഒരു പ്രശ്നത്തിനാണ് ഹെറിഡിറ്റി പ്ലാഗ് എന്ന പേരിലാണ് അറിയപ്പെടുക. ഇനി പലപ്പോഴും മറ്റൊരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള ഫാമിലികളിലും മറ്റുമൊക്കെ സൊസൈറ്റിയിലേക്ക് കുട്ടികളെ ചൈൽഡ് ലേബർ. അപ്പോൾ അവർ ഈ ചെറുപ്പത്തിൽ തന്നെ ജോലിയിലേക്ക്, പഠനമൊക്കെ ഉപേക്ഷിച്ച് ജോലിയിലേക്ക് പോകേണ്ട സാഹചര്യം വരും. അപ്പോൾ അവർക്ക് പല രീതിയിലുള്ള ആരോഗ്യപരമായ മറ്റൊക്കെ ഒരുപാട് രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ കൂടി അവിടെ ഉണ്ട്. ഇനി സോഷ്യോളജി, സ്പെൻസറെ പോലെയുള്ള സോഷ്യോളജിസ്റ്റ് മുന്നോട്ട് വെക്കുന്നൊരു തിയറിയാണ് ഇൻഡിവിജ്വൽ തിയറി. അതായത് ഈ പവേർട്ടി എന്നുള്ളത് ഒരു പേഴ്സണൽ മാറ്ററാണ്. അപ്പോൾ ഒരാളുടെ വ്യക്തിനിഷ്ഠമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ ഈ പവേർട്ടിയെ നീക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ രീതിയിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു നല്ല ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന് ആയി മാറാൻ സാധിക്കുമെന്നാണ് അവരൊക്കെ മുന്നോട്ട് വെക്കുന്നൊരു തിയറി. അതുപോലെ ഓസ്കാർ ലെവിസ് മുന്നോട്ട് വെക്കുന്നൊരു കൺസെപ്റ്റാണ്. അദ്ദേഹം പറയുന്നത് ഒരു സ്പെഷ്യൽ കൾച്ചറൽ ടൈപ്പാണ് ഈ പവേർട്ടി എന്നുള്ളത്. അപ്പോൾ അത് നമ്മളെ പാരമ്പര്യം, ഹെറിഡിറ്ററി, അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിവരുന്ന ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ അടുത്ത സൊസൈറ്റിയിലേക്ക് കൈമാറിപ്പോരുന്ന, അതങ്ങനെ ഒരു ലോവർ ക്ലാസ് പീപ്പിളിന് ഇടയിൽ ഉണ്ടാകുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് ഈ പവേർട്ടി എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള കൺസെപ്റ്റുകൾ പറയുന്നുണ്ട് പലരും. പലപ്പോഴും നമുക്ക് ഇതിനുള്ള പ്രധാന കാരണം, ഈ പവേർട്ടിക്കുള്ള പ്രധാന കാരണം എന്ന് പറയുമ്പോൾ പലപ്പോഴും സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് അൺഎംപ്ലോയ്മെൻറ്റ് പോലെ, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ ഇതിന് കാരണമാണ്. പലപ്പോഴും പോലീസുകാരായ ആളുകളൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു കേസ് വരുമ്പോൾ അധികം ആളുകളും ഈ പാവപ്പെട്ട ജനങ്ങൾ, ഇവർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് അന്വേഷണം നടത്തുകയും അവരെ ആദ്യമായിട്ട് അവർ സംശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ അവരെ മറ്റൊരു വ്യൂ പോയിന്റിലൂടെ ആളുകൾ സമൂഹം നോക്കി കാണുന്നു എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ ഒരു ഇതുകൂടി ഇവർ അനുഭവിക്കുന്നുണ്ട്, ഒരു പ്രയാസം. ഇനി നമ്മൾ പവേർട്ടിയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ കാലങ്ങളായിട്ട് ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് പല രീതിയിലായിട്ട് ഇത് പല രൂപത്തിലും ഇങ്ങനെ നിലനിന്നു പോരുന്നൊരു സംഭവമാണ് ഈ പവേർട്ടി, ദാരിദ്ര്യം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും കൃത്യമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് നടത്താത്തത് കൊണ്ടും, അതുപോലെ ഡെവലപ്മെൻറ്റ് കൃത്യമായി എല്ലാവർക്കും ഒരുപോലെ എത്താത്തത് കൊണ്ടൊക്കെയാണ്. അപ്പോൾ എക്കണോമിക്കും പൊളിറ്റിക്കലും സോഷ്യലും കൾച്ചറൊക്കെ ആയിട്ടുള്ള ഈ മേഖലയിലൊക്കെ ഉള്ള ഡൈമെൻഷൻസ് പവേർട്ടിക്കുണ്ട്. ഇനി അതുപോലെ മറ്റു സോഷ്യോളജിസ്റ്റ് മുന്നോട്ട് വെക്കുന്ന പല കൺസെപ്റ്റ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പോൾ ഹാരിങ്ടൺ പറയുന്നത് ഫുഡ്, ഹെൽത്ത്, ഹൗസിങ്, എഡ്യൂക്കേഷൻ, ഈ അവിഭാജ്യമായ 4 കാര്യങ്ങൾ ഇതില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ വിഭാഗം ആളുകളെ കുറിച്ച് പവേർട്ടി എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു 3 എലമെൻറ്റ്സ് പങ്കുവെക്കുന്നുണ്ട്. ഒന്ന് സബ്സിസ്റ്റൻസ്, അതായത് നമുക്ക് മതിയായ റിസോഴ്സ് ഇല്ലാതിരിക്കുക. മറ്റൊന്ന് ഇനീക്വാലിറ്റി, കൃത്യമായി സമൂഹത്തിലെ എല്ലാ ആളുകൾക്കിടയിലും ഈക്വാലിറ്റി ഇല്ലാതിരിക്കുക. അതുപോലെ മറ്റൊന്നാണ് എക്സ്റ്റേണാലിറ്റി, അതായത് സാമൂഹികപരമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന പവേർട്ടി. അങ്ങനെ ഈ 3 കാര്യങ്ങൾ, ഇത് 3ആണ് പലപ്പോഴും പവേർട്ടി തീരുമാനിക്കുന്നത് എന്ന് റൈനെ പോലത്തുള്ള സോഷ്യോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. ഇനി ഹെൻറി ബെർൺസ്റ്റൈൻ പറയുന്നൊരു കാര്യമാണ്
അതായത് പവേർട്ടിക്കുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് മതിയായ അവർക്കുള്ള ജീവിതോപാധി ഇല്ലാതിരിക്കുക, അതുപോലെ കൃത്യമായി റിസോഴ്സുകളിലേക്കുള്ള ആക്സസ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ, അങ്ങനത്തെ ഒരു ഇൻസെക്യൂരിറ്റിയും ഫ്രസ്ട്രേഷൻസൊക്കെ നിറഞ്ഞ ഒരു ജീവിതം, അല്ലെങ്കിൽ കൃത്യമായി മറ്റുള്ളവരുമായിട്ടുള്ള സോഷ്യൽ റിലേഷൻ നടത്താതിരിക്കുക, അതുപോലെ നമുക്ക് കിട്ടേണ്ട പല റിസോഴ്സുകളും കിട്ടാതിരിക്കുക, അങ്ങനെ പല കാരണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി മെഷേഴ്സ് ഓഫ് പവേർട്ടി, നമ്മളെങ്ങനെയാണ് ഒരാൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ അവർ പവേർട്ടിയിലാണെന്ന് കണക്കാക്കുക. അപ്പോൾ അതിനുള്ള കൃത്യമായൊരു അളവ് നമ്മൾ ഏതൊരു രീതിയിലാണ് അവരെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ പലപ്പോഴും പവേർട്ടി ലൈൻ, കൃത്യമായി ദാരിദ്ര്യ രേഖ, അപ്പോൾ ആ പവേർട്ടി ലൈനിന് താഴെയുള്ള ആളുകളായിരിക്കും നമ്മൾ കൃത്യമായി പുവർ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ പ്രധാനമായിട്ടും അതിൽ വരുന്ന ആളുകൾ, ഒന്ന് നമ്മൾ ഈ പവേർട്ടി ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആരൊക്കെയാണ് പാവപ്പെട്ടവരെന്ന് കണ്ടെത്തുക, അതുപോലെ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ വ്യത്യസ്ത സ്ഥലങ്ങളിലും ഓരോ സമയങ്ങളിലൊക്കെ ഉള്ള ഈ ഒരു ആളുകളെ കണ്ടെത്തുക എന്നുള്ള, ഇങ്ങനത്തെ ഇത്തരത്തിൽ ദാരിദ്ര്യമുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ പവേർട്ടി ലൈൻ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം നിലവിലുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു പഠനം മുന്നോട്ട് വെച്ചത് 1871 ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് പവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു പഠനം നടത്തിയത്. അപ്പോൾ അദ്ദേഹം പെർ ക്യാപിറ്റ ഇൻകം ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ പഠനം നടത്തിയത്. പിന്നെ അതിനുശേഷം ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. മറ്റൊരു തിയറി, പവേർട്ടി ലൈൻ അല്ലാത്ത മറ്റൊരു സംഭവമാണ് ഹെഡ് കൗണ്ട് മെഷർ എന്ന് പറയും. നമ്മൾ മൊത്തം പോപ്പുലേഷൻ എടുത്തിട്ട് ആ പോപ്പുലേഷനിൽ നിന്ന് എത്ര ആളുകളാണ് പാവപ്പെട്ട പുവർ പീപ്പിൾ എന്ന് കണ്ടെത്തുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ അതിലെന്ത് ചെയ്യും, എല്ലാ ആളുകളും, അതായത് പവേർട്ടി ലൈന് തൊട്ട് താഴെയുള്ള ആളുകളും സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ, അവരൊക്കെ ഒറ്റ വിഭാഗമായിട്ട് പുവർ പീപ്പിൾ എന്നൊരു കാറ്റഗറിയിലായിരിക്കും പെടുത്തുക. അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടി അതിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെണ്ടുൽക്കർ കമ്മിറ്റിയുടെ പഠനം അനുസരിച്ചിട്ട് 21.9% ആളുകളും ഈ പറഞ്ഞ പോലെ പവേർട്ടി ലൈനിന് താഴെയുള്ള പുവർ പീപ്പിളാണ്. അതുപോലെ UN നടത്തിയൊരു പഠനത്തിൽ 28% ആളുകൾ ഇന്ത്യയിൽ ഈ പവേർട്ടി ലൈനിന് താഴെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പഠനങ്ങൾ, പല രീതിയിലുള്ള പഠനങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. പല കമ്മിറ്റികൾ നടത്തിയ പഠനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് എത്ര ആളുകൾ, എത്ര ശതമാനം ആളുകൾ പവേർട്ടി ലൈനിന് താഴെ ഉണ്ട്, അങ്ങനെയുള്ള പഠനങ്ങളാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന പഠനം ഈ പറഞ്ഞ ടെണ്ടുൽക്കർ കമ്മിറ്റിയുടെ പഠനമാണ്. ഇനി അടുത്ത റൂറൽ പവേർട്ടി, നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള പവേർട്ടി. ഇപ്പോൾ 2011-12 സെൻസസ് പ്രകാരം ഏകദേശം 216.5 മില്യൺ ആളുകൾ റൂറൽ ഏരിയാസിൽ ഇത്തരത്തിൽ പുവർ ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന ഒരാളുകളാണ്. അതുപോലെ അർബൻ ഏരിയാസിൽ നോക്കുകയാണെങ്കിൽ 58.8 മില്യൺ ആളുകളും ഈ രീതിയിൽ പവേർട്ടി ലൈനിന് താഴെയുള്ള ആളുകളാണ്. അപ്പോൾ നമുക്കറിയുന്നത് പോലെ തന്നെ ഈ റൂറൽ ഏരിയാസിലുള്ള ദാരിദ്ര്യത്തിൽ നിന്നുള്ള പല രീതിയിലുള്ള കാരണങ്ങളുണ്ടാകും. പലപ്പോഴും അവർക്ക് കൃത്യമായ ഇൻഫ്രാസ്ട്രക്ചർ ലഭിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇല്ലിറ്ററസി, അങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങൾ, അവർക്ക് കൃത്യമായ റിസോഴ്സുകൾ എത്താത്തത് കൊണ്ടും, അതുപോലെ മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവിടെ പവേർട്ടി ഉണ്ടാകുന്നത്. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് റൂറൽ ഏരിയാസിൽ ഉണ്ടാകുന്നത്. അവിടുത്തെ ചെറിയ കുട്ടികൾ, അവർക്ക് പലപ്പോഴും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പലപ്പോഴും അവർ സ്വയം ചെറിയ പ്രായത്തിൽ തന്നെ 5-6 വയസ്സിൽ തന്നെ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം ചിലവുകൾ വഹിക്കേണ്ട ഒരു രീതിയിലേക്ക് അവർ എത്തിപ്പെടുന്നുള്ള വലിയ രീതിയിലുള്ള ചൈൽഡ് ലേബറിനൊക്കെ നിർബന്ധിതമാവുന്ന വലിയ സാഹചര്യങ്ങൾ നമ്മുടെ ഈ റൂറൽ ഏരിയാസിലുണ്ട്. അപ്പോൾ പലപ്പോഴും ഇവരൊക്കെ ഡിസ്ക്രിമിനേഷൻ, അതുപോലെ കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡെവലപ്മെൻറ്റുകളിലൊന്നും ഉൾപ്പെടാത്തത് കാരണമൊക്കെയാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഈ റൂറൽ ഏരിയാസിൽ ജീവിക്കുന്ന ആളുകൾ പോകുന്നത്. അതുപോലെ അവർക്ക് കൃത്യമായിട്ടുള്ള ന്യൂട്രീഷണൽ അപ്രോച്ച് ലഭിക്കുന്നുണ്ടാവുന്നില്ല. ഓരോ ആളുകൾക്കും കൃത്യമായി ലഭിക്കേണ്ട ഒരു ഇത്ര അവർക്ക് ഫുഡും അവർക്ക് ലഭിക്കേണ്ട ഒരു കലോറിയുടെ കണക്കുണ്ട്. ഇപ്പോൾ റൂറൽ ഏരിയാസിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ചുരുങ്ങിയത് 2400 കലോറീസ് പെർ ഡേ ലഭിക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു അതുപോലും ലഭിക്കാത്ത, അത്ര പോലും അവർക്ക് കൃത്യമായ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ട. അവർക്ക് അവരുടെ ജോലിക്കും മറ്റു ആരോഗ്യത്തിനൊക്കെ വേണ്ട ഒരു കൃത്യമായ അവർക്ക് മിനിമം ലെവൽ ഓഫ് ആ സോഴ്സുകൾ പോലും ലഭിക്കാത്തൊരു സാഹചര്യമാണ് പലപ്പോഴും അവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ റൂറൽ ഏരിയാസിൽ നമുക്ക് പറയുകയാണെങ്കിൽ അബ്സലൂട്ട് പവേർട്ടി, ആ ഒരു രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മീഡിയ കവറേജ്, ഈ കൃത്യമായി ഇവിടെയുള്ള ആളുകൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ മീഡിയാസും അല്ലെങ്കിൽ ജേർണലിസവും
ഇത്തരത്തിലുള്ള ആളുകൾ എന്താണ് ഇവർക്ക് വേണ്ട കൃത്യമായ പരിഗണന ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് പുറത്തെ സമൂഹത്തെ അറിയിക്കുന്നതിൽ വലിയ പരാജയം നമ്മുടെ മീഡിയാസിനും മറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വിഷയമാണ്. അല്ലെങ്കിൽ അവിടെ ഒരു കൊലപാതകമോ ഒരു മോഷണമോ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് കൃത്യമായി എന്താണ് പുറത്തെത്തിക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടാവുന്നില്ല. അപ്പം അങ്ങനെ ഒരു വലിയ പ്രശ്നം കൂടി ആളുകൾ ഇവർക്ക് കൃത്യമായി ഈ രീതിയിലുള്ള മീഡിയാസിലും മറ്റൊക്കെയുള്ള പരിഗണന പോലും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ റൂറൽ ഏരിയാസിൽ ജീവിക്കുന്ന ആളുകൾ എന്താണ് നേരിടേണ്ടി വരുന്നുണ്ട്. ഇതിനുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പവേർട്ടി വരാനുള്ള പ്രധാന കാരണങ്ങൾ? അപ്പോൾ പല രീതിയിലുള്ള കാരണങ്ങൾ 5 കാറ്റഗറി ആയിട്ടാണ് അവിടെ തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഇൻകപ്പാസിറ്റി ഓഫ് ഇൻഡിവിജ്വൽ. പലപ്പോഴും ഇങ്ങനെ പാരമ്പര്യമായിട്ട് നമുക്ക് വിട്ടുവരുന്ന ഒരു എന്താണ് നമ്മൾ ആ ഒരു എന്താണ് സിസ്റ്റത്തിൽ, അതായത് ചില ആളുകൾ അൺഎംപ്ലോയിഡ് അങ്ങനെ പാരമ്പര്യമായിട്ട് അൺഎംപ്ലോയിഡ് ആയിട്ട് വരും, അല്ലെങ്കിൽ പവേർട്ടി ഫാമിലി ആയിട്ടുള്ള ആളുകളാണ് അങ്ങനെ വരും. അപ്പം അങ്ങനെ ഒരു വീക്ക്നെസ് പലപ്പോഴും പാരമ്പര്യമായിട്ടുള്ളൊരു വീക്ക്നെസ് ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ എന്താണ് നമുക്ക് മറ്റു അപകടങ്ങൾ മൂലമോ അല്ലെങ്കിൽ നമ്മൾ ബ്ലൈൻഡ് ആവുക, ഡെഫ് ആവുക, അങ്ങനെ എന്താ ഡിസാബിലിറ്റീസ് ഉണ്ടാവും പലപ്പോഴും. അപ്പോൾ അതൊരു കാരണമാണ്. അല്ലെങ്കിൽ ഇല്ലിട്രസി. ഈ റൂറൽ ഏരിയാസിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ പലപ്പോഴും കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഉണ്ടാവില്ല. അപ്പോൾ അത് ഇല്ലിട്രസി ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള നമ്മുടെ എൻവിറോൺമെൻറ്റ്, അതായത് ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ്, ശക്തമായ മഴയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ തീരെ മഴ ലഭിക്കാത്ത സ്ഥലങ്ങൾ, അപ്പോൾ അവിടെയൊക്കെ എന്താണ് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും കർഷകർക്കൊക്കെ. അപ്പോൾ അതൊരു കാരണമാണ് ഈ പവേർട്ടിയിലേക്ക്. മറ്റൊന്ന് എക്കണോമിക്കൽ ഫാക്ടേഴ്സാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് കൃത്യമായിട്ട് എല്ലാ വിഭാഗം ആളുകളിലേക്കും എത്താത്തത് ഒരു കാരണമാണ്. അപ്പോൾ എന്താണ് ഒരു കുറഞ്ഞ വിഭാഗം ആളുകളുടെ കയ്യിലായിരിക്കും എന്താണ് നമ്മുടെ ഈ ഭൂമിയും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ മറ്റുള്ള ആളുകൾ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, കൃത്യമായി അവർക്ക് എന്താണ് ഈ വെൽത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എത്താത്തൊരു പ്രശ്നം കാരണവും എന്താണ് പവേർട്ടിയിലേക്ക് നയിക്കുക. മറ്റൊന്ന് സോഷ്യൽ ഓർഗനൈസേഷൻസിൽ, അതായത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കാസ്റ്റ് സിസ്റ്റം അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ താഴെ ക്ലാസ്സിലുള്ള ആളുകൾക്ക്, കാസ്റ്റിലുള്ള ആളുകൾക്ക് ഉന്നത രീതിയിലുള്ള ജോലികളോ മറ്റു വലിയ സ്റ്റാറ്റസിലേക്കൊന്നും എത്തിപ്പെടാത്തൊരു സാഹചര്യം. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നം കൂടി ഉണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഇന്ത്യയിൽ ബർത്ത് കൺട്രോൾ, അതായത് വലിയ രീതിയിലുള്ള ഹൈ പോപ്പുലേഷനാണ് നിലവിലുള്ളത്. അപ്പോൾ നമ്മുടെ എന്താണ് ഇവിടെ പോപ്പുലേഷൻ അനുസരിച്ചിട്ടുള്ള മറ്റു റിസോഴ്സുകൾ ലഭിക്കാത്ത പ്രശ്നം വരും. അപ്പോൾ അതൊരു പ്രശ്നമായിട്ടാണ്, അതൊരു പവേർട്ടിക്കുള്ള പ്രശ്നമാണ്. അതുപോലെ കാൾ മാർക്സ് സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഈ ഏരിയാസിലൊക്കെയുള്ള വർക്കേഴ്സിനെ, വർക്കിംഗ് ക്ലാസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ശമ്പളവും മറ്റൊക്കെ ലഭിക്കാത്തത് കാരണം അവരും വലിയ രീതിയിലുള്ള അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രശ്നങ്ങൾ അവർക്കും ഉണ്ടാവും. പിന്നെ നമ്മൾ മനസ്സിലാക്കുക കോളനൈസേഷൻ. ആ സമയത്ത് എന്തുണ്ട്, പലപ്പോഴും നമ്മളെ ആളുകളുടെയൊക്കെ പ്രൊഡക്റ്റുകൾ നമ്മളുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ അവരുടെ അവർ പറയുന്ന രീതിയിൽ അതിനെ വിൽക്കേണ്ടി വരും, വിൽപ്പന നടത്തേണ്ടി വരികയൊക്കെ ചെയ്യും. അപ്പോൾ കൃത്യമായി അതിന് വേണ്ട വേജസും അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ ശമ്പളമൊന്നും കിട്ടാതിരിക്കുന്നൊരു സാഹചര്യം. മറ്റൊന്നാണ് ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പോൾ നിലവിൽ ഇറാന് ഇസ്രായേൽ യുദ്ധം, അമേരിക്ക യുദ്ധം, അതുപോലെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം, ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ പല രീതിയിൽ ആഗോളതലത്തിൽ ഇപ്പോൾ എണ്ണയുടെ വില കൂടും, മറ്റു ഇന്ധന വില, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് അവരുടെ ജീവിതോപാധിക്ക് വലിയ ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകുന്നതിൽ വലിയ പ്രശ്നങ്ങൾ വരും. അല്ലെങ്കിൽ വലിയ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റു വെള്ളപ്പൊക്കം, പ്രളയം, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തെ പിടിച്ചു കുലുക്കുന്നതും അതുപോലെ പവേർട്ടിയിലേക്ക് നയിക്കുന്നതുമാണ്. വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ അതുപോലെ ഉണ്ടാവും. ഈ പവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്, ഇത് നിർമ്മാർജ്ജനം, ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന നടപടികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം 3 രീതിയിലാണ് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ചാണ്. അതായത് കൃത്യമായിട്ട് നമ്മുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതികളിലായിരുന്നു ഈ സംഭവം ഉൾപ്പെടുത്തിയിരുന്നത്. അതായത് ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ആളുകളിലേക്കും ഈ എക്കണോമിക് ഗ്രോത്ത് എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണിത്. അപ്പോൾ അതിലൂടെ സ്വാഭാവികമായിട്ടും പാവപ്പെട്ട ആളുകളും അവരുടെ പ്രശ്നങ്ങൾ തരണം ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് അഗ്രികൾച്ചർ, ഗ്രീൻ റവല്യൂഷനിലൂടെയുള്ള ഈ അഗ്രികൾച്ചർ, ഇതൊക്കെ ഈ സംഭവങ്ങളുടെയൊക്കെ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും ഉപകാരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പദ്ധതികളാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ, ആദ്യത്തെ പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടുത്തിയിരുന്നത്. അതുപോലെ ലാൻഡ് സീലിംഗ് ആക്ട് കൊണ്ടുവന്നു.
ഓരോ ലാൻഡിൻ്റെ മേലുള്ള അനാവശ്യമായ ടാക്സുകളൊക്കെ ഒഴിവാക്കി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ആദ്യത്തെ ഈ പദ്ധതിയിൽ പലപ്പോഴും എല്ലാ ആളുകളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പാവപ്പെട്ടവരിലേക്ക് ഇതെത്തിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി അതിനുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ചായിരുന്നു പവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാം. അപ്പോൾ കൃത്യമായിട്ട് അർബൻ ആൻഡ് റൂറൽ ഏരിയാസിലൊക്കെ ഉള്ള ആളുകളെ കൃത്യമായി കണ്ടെത്തി, അപ്പോൾ അവിടെ കൃത്യമായി ഈ സംഭവങ്ങൾ ഇത് നമ്മളെ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഈ ആളുകളെ കൃത്യമായി കണ്ടെത്തി അവർക്ക് വേണ്ട പദ്ധതികളും മറ്റും നടപ്പിലാക്കുന്ന ഒരു രീതിയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് 2 രീതിയിലുള്ള പ്രോഗ്രാംസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, നമ്മുടെ കൃത്യമായിട്ട് ഓരോ ആളുകൾക്കും വേണ്ട സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസിൽ ഉൾപ്പെടുത്തി. അതുപോലെ വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ ഈ 2 പദ്ധതികളാണ് ഗവൺമെൻറ് ഇതിൻ്റെ കീഴിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. ഇനി മൂന്നാമത്തെ ഒരു അപ്രോച്ചായിരുന്നു മിനിമം നീഡ്സ് അപ്രോച്ച്. അപ്പോൾ ഇത് കൊണ്ടുവന്നത് 5th 5 ഇയർ പ്ലാനിലാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ശരിക്കും എന്ത് ചെയ്തത്, നമ്മുടെ ഈ പദ്ധതികൾ ശരിക്കും ഈ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സഹായിച്ചൊരു ഘട്ടം എന്ന് പറയുന്നത് മൂന്നാമത്തെ നമ്മുടെ ഈ ഒരു അപ്രോച്ചിലാണ്. കാരണം അതിൽ ഉൾപ്പെടുത്തിയിരുന്ന അതിൽ പ്രാഥമിക ലക്ഷ്യമായിട്ട് തന്നെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച് തരുന്നത് ഈ ഒരു പവേർട്ടി അലിവിയേഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഇന്ദിരാഗാന്ധിയൊക്കെ പിന്നീട് എന്ത് ചെയ്തു, 6ാമത്തെ പ്ലാനിൽ അവർ പ്രഖ്യാപിച്ച പോലെ ഗരീബി ഹട്ടാവോ എന്നൊക്കെ ഉള്ള ഒരു വലിയ രീതിയിൽ നമ്മൾ വ്യാപകമായി ഉണ്ടായിരുന്ന ഒരു മുദ്രാവാക്യമായിരുന്ന സമയത്ത്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം 5-6 പഞ്ചവത്സര പദ്ധതികളിൽ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള പരിപാടികൾ രാജ്യാന്തര തലത്തിൽ നടക്കുകയും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, മറ്റു എന്ത് ചെയ്തു പല രീതിയിലുള്ള വിപ്ലവങ്ങൾ ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമിലൂടെ അവർക്കൊക്കെ ഉള്ള സ്കൂളിലും മറ്റൊക്കെ ഉള്ള മീൽ സ്കീം, മറ്റു പല രീതിയിലുള്ള വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്ന പദ്ധതികളായിരുന്നു ഈ 5-6 പഞ്ചവത്സര പദ്ധതികൾ. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെതാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ലാതെ മറ്റു പല രീതിയിലുള്ള സ്കീമുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ പവേർട്ടി അലിവിയേഷൻ. നമുക്കിവിടെ കാണാം പല രീതിയിലുള്ള മിഷൻസും പ്രൊജക്റ്റുകളൊക്കെ നമ്മുടെ പല കമ്മ്യൂണിറ്റികൾക്ക് കീഴിലും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ ഇന്ത്യയിലുള്ള പവേർട്ടി അലിവിയേഷന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ഭാവിയിലേക്ക്, ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതുവരെ പല രീതിയിലുള്ള പദ്ധതികൾ നടത്തി വന്നെങ്കിൽ കൂടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് സമയത്ത് 70% ആ ഒരു കണക്ക് നമ്മളിപ്പോൾ 2011-12 സെൻസസ് അനുസരിച്ച് 22% കുറക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ ഇനി ഈ 22% കൂടി പൂർണ്ണമായിട്ടും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കാൻ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഇനിയും ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് കൃത്യമായി നമ്മൾ പഠനങ്ങൾ നടത്തി ഓരോ വിഭാഗം ആളുകളെയും കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ഒന്നുകൂടി കൂടുതൽ ഫോക്കസ്ഡായിട്ട് ഈ ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ സാങ്കേതിക വിദ്യയൊക്കെ ഒരുപാട് വികസിച്ച കാലഘട്ടമാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡാറ്റ കളക്ഷൻ നടത്തണം. അത് കൃത്യമായിട്ട് ആ ഇൻഫർമേഷൻ ശേഖരിച്ചിട്ട് അതിലൂടെ കൂടുതൽ ആളുകളെ മനസ്സിലാക്കിയിട്ട് കൃത്യമായ ഡെവലപ്മെൻറ്റ്സും മറ്റു കാര്യങ്ങളും അവരിലേക്ക് എത്തിക്കുക എന്നുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ക്ലസ്റ്റർ അപ്രോച്ച്, കൃത്യമായിട്ട് ഓരോ വില്ലേജുകളെയും ഓരോ തരത്തിൽ പവേർട്ടി അനുഭവിക്കുന്ന ഓരോ വില്ലേജുകളും കൃത്യമായി തരംതിരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട വികസനങ്ങൾ കൃത്യമായി അവർക്ക് എത്തിക്കുക. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്താലാണ് ഭാവിയിൽ ഈ പൂർണ്ണമായും നമുക്ക് ഈ ഇന്ത്യയിൽ നിന്ന് ഈ പവേർട്ടി എടുത്തു മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശൊക്കെ വളരെ ദയനീയമായൊരു സാഹചര്യമാണ് നമ്മൾ ഈ കണക്കുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ. കാരണം വലിയ രീതിയിലുള്ള പവേർട്ടിയൊക്കെ അവിടെ അനുഭവിക്കുന്നുണ്ട് പല ആളുകളും. ചെറിയ കുട്ടികൾക്ക് പോലും സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യം, അവരൊക്കെ ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യം. അപ്പം അങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ ഇനിയും കൂടുതൽ ഫോക്കസ്ഡായിട്ടുള്ള രീതിയിലുള്ള പഠനങ്ങളും മറ്റു ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു പാർട്ടാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് വർക്കില്ലാത്തൊരു അവസ്ഥ, അതായത് കൃത്യമായി തൊഴിലില്ലാത്തൊരവസ്ഥക്കാണ് നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ജോലിക്കുള്ള ഇൻ്റർവ്യൂ നടക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, ആ ഇൻ്റർവ്യൂക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരുന്ന ഒരു 10% ആളുകൾക്കാണ് പലപ്പോഴും അവിടെ
ആ ജോലിയിലേക്ക് അവസരം കിട്ടുക, ബാക്കിയുള്ള ആളുകൾക്ക് പുറത്താവും. അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അൺഎംപ്ലോയ്മെൻ്റ് ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ജോലി അൺഎംപ്ലോയ്ഡ് ആയ ആളുകളിൽ പലപ്പോഴും കൃത്യമായി എക്സ്പീരിയൻസും ക്വാളിറ്റിയും എഡ്യൂക്കേഷനൊക്കെ ഉള്ള ആളുകളുണ്ടാവും. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് പോലും എന്താണ് ചില സമയങ്ങളിൽ കൃത്യമായിട്ട് ഒരു ജോലി അവർക്ക് കണ്ടെത്താനാവാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇത്തരത്തിലുള്ള പഠനങ്ങൾ അൺഎംപ്ലോയ്ഡ് ആയ ആളുകളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് വരികയാണ്. കാരണം ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉള്ള ആളുകൾ പോലും എന്താണ് പല കാരണങ്ങൾ കൊണ്ട് അവർക്കും കൃത്യമായ ജോലി കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പഠനം അനുസരിച്ചിട്ട് ഏകദേശം 8.55% ആളുകളാണ് എന്താണ് അർബൻ ഏരിയാസിൽ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ളത്. അതുപോലെ റൂറൽ ഏരിയാസിൽ ഏകദേശം 6.48% ആളുകളും അൺഎംപ്ലോയ്ഡ് ആണ് എന്നുള്ളതാണ് നിലവിലെ കണക്കുകൾ. ഏറ്റവും കൂടുതലുള്ളത് ജമ്മു കാശ്മീർ, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്ഡ് ആളുകൾ ഉള്ളത് എന്നുള്ളതാണ്. ഇനി ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, പല രീതിയിലായിരിക്കും ഈ തൊഴിലില്ലായ്മ എന്നുള്ളത്. ചിലപ്പോൾ സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് ആക്കാരം. അതായത് ചില ആളുകൾക്ക് ഒരു വർഷത്തിൽ പകുതി ദിവസങ്ങൾ അവർക്ക് കൃത്യമായ ജോലി ഉണ്ടാവും. അതുപോലെ മറ്റു ദിവസങ്ങളിൽ ചിലപ്പോൾ അവർക്ക് ആൾ അൺഎംപ്ലോയ്ഡ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതൊരു രീതിയിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ്. മറ്റൊന്നാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ചില പ്രത്യേക ആവശ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ചില പ്രത്യേക ജോലികൾക്ക് കൂടുതൽ ആളുകളെ വേണ്ടി വരും. ഉദാഹരണത്തിന് എന്താണ് ചില IT കമ്പനികൾ ഇപ്പോൾ അവരെന്ത് ചെയ്തു, ഈ അടുത്ത കാലത്തൊക്കെ എന്ത് ചെയ്തു, അവർക്ക് ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം പാൻഡമിക് ഒക്കെ വന്നപ്പോൾ അവിടെ നിന്ന് അവരെ എന്താണ് പിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു രീതി ഉണ്ട്. അതുപോലെ തന്നെ യുദ്ധങ്ങളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ആ സമയത്ത് പ്രത്യേകമായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യും ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. എന്നാൽ അത് കഴിയുമ്പോൾ വീണ്ടും അവർ അൺഎംപ്ലോയ്ഡായി മാറും. അപ്പം അങ്ങനെ ഒരു പ്രത്യേക സമയത്ത് ജോലി കിട്ടുകയും വീണ്ടും ജോലി കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ഉണ്ട്. മറ്റൊന്നാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക്, അപ്പോൾ അത് വലിയൊരു എന്താണ് നമ്പർ ഓഫ് ആളുകൾ വർക്കേഴ്സ് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് പല ആളുകൾക്കും അതിൽ നിന്ന് എന്താണ് പിൻവലിയേണ്ട ഒരു സാഹചര്യം പലപ്പോഴും വരും. അപ്പോൾ അതിനാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് വരെ. ഈ ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ മെഷീൻസ് കടന്നു വരുമ്പോൾ അവിടെ പല ആളുകൾക്കും അവരുടെ ആ ഒരു ജോലി ചെയ്യാൻ ആളുകളെ എന്താണ് വർക്കേഴ്സിന് ആവശ്യമില്ലാത്തൊരു സാഹചര്യം വരും. കാരണം മെഷീൻസിനെ നിയന്ത്രിക്കാൻ കുറഞ്ഞ ആളുകൾ മതിയല്ലോ. അപ്പോൾ പല ആളുകൾക്കും ജോലി നഷ്ടപ്പെടും. അതുപോലെ ഇൻവളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റും വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റും ഉണ്ട്. അതായത് ചിലപ്പോൾ നമ്മൾ ഈ അൺഎംപ്ലോയ്മെൻറ്റ് ചില ആളുകൾക്ക് കീഴിലായിരിക്കും ജോലി ചെയ്യുക. നമ്മൾ പല ആളുകൾക്കും കീഴിൽ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ കൃത്യമായി വേജസ് കിട്ടൂല. അപ്പോൾ ചിലപ്പോൾ എന്താണ് ആ ജോലി ഒഴിവാക്കാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ മറ്റു പല രീതിയിലും എന്ത് ചെയ്യും, നമ്മൾ ഈ ആളുകൾ ഓരോ സിസ്റ്റത്തിനും അല്ലെങ്കിൽ പല കമ്പനികൾക്കും കീഴിൽ ജോലി ചെയ്യുമ്പോൾ കൃത്യമായി എന്താണ് നമുക്ക് സാലറിയോ മറ്റോ ലഭിക്കാത്തത് കാരണമൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ഉള്ള അൺഎംപ്ലോയ്മെൻറ്റും ഉണ്ടാവാറുണ്ട്. മറ്റൊന്നാണ് സഡൻ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് പല ഫാക്ടറികളിലും ബിസിനസ്സിലൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് അവർക്ക് എന്താണ് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ സംരംഭം നിർത്തി വെക്കേണ്ട അവസ്ഥയൊക്കെ വരും. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, അത്രയും ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള അൺഎംപ്ലോയ്മെൻറ്റുകൾ സമൂഹത്തിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ എന്താണ്, ഇതിനുള്ള കാരണം എന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ടെന്ന് പേഴ്സണലായിട്ടുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഇന്ത്യയിലേക്ക് അൺഎംപ്ലോയ്ഡ് ആയ ആളുകൾ കൂടാനുള്ളൊരു കാരണം ഒരു യങ് ആയിട്ടുള്ള ആളുകൾ വരും. അപ്പോൾ അവർ ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ എന്ത് ചെയ്യും, അവരെ മാറ്റി നിർത്തപ്പെടും. അതൊരു വലിയ രീതിയിലുള്ള പ്രശ്നമാണ്, ഏജ് ഫാക്ടർ. മറ്റൊന്നാണ് വൊക്കേഷണൽ ഫാക്ടർ. ചില സമയത്ത് എന്ത് ചെയ്യും, ഒരു ജോലിക്ക് തന്നെ ഒരുപാട് ആളുകൾ അതിൽ അപേക്ഷിക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ആ ഒരു സമയത്ത് പലപ്പോഴും അവർക്ക് എന്ത് ചെയ്യും, ആ ഒരു ഡിമാൻഡ് എന്താണ് കുറവാണെന്ന സപ്ലൈ കൂടുതലുള്ള ഒരു സമയത്ത്, അതായത് ആ ഒരു ജോലിയിലേക്ക് എന്താണ് അത്ര ആളുകൾ ആവശ്യമില്ല, പക്ഷെ അത്രയും അതിനേക്കാൾ കൂടുതൽ ആളുകൾ അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഫാക്ടർ, ആ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യും, പല ആളുകൾക്കും ജോലി ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരും, കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം വരും. ഇനി മറ്റൊന്നാണ് എന്താണ് ഇൽനെസ്. അതായത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും ഈ വർക്കേഴ്സിനൊക്കെ. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പല അപകടങ്ങളും മറ്റൊക്കെ വരും. അപ്പോൾ അവർക്ക് പിന്നീട് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും. ഇതാണ് പേഴ്സണൽ ഫാക്ടേഴ്സ്. ഇനി ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്താ വെച്ചാൽ
പോപ്പുലേഷൻസ് കൂടുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലേഷനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസും ഡെവലപ്പായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ പോപ്പുലേഷൻ അനുസരിച്ചുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ അപ്പോൾ ആ ഒരു വലിയ പ്രശ്നമായി മാറും. അപ്പോൾ അത്രയും ആളുകൾക്ക് ഒരു ജോലി ഇല്ലാത്തൊരു സാഹചര്യം വരും. മറ്റൊന്നാണ് ഇതിൻ്റെ ഒരു നമ്മുടെ പഠനത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഈ ഡിഗ്രി ഓറിയൻറ്റഡ് ആയിട്ട് പലപ്പോഴുള്ള പഠനങ്ങൾ ആളുകൾ കൃത്യമായി അവർക്ക് മുന്നോട്ടുള്ള ഒരു പോകാൻ സാധിക്കുന്നില്ല. അതായത് കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ, അതായത് അവർ കൃത്യമായിട്ട് അവരുടെ ഒരു സ്കില്ലിനും മറ്റും അനുസരിച്ചുള്ള ഒരു പഠന രീതി ആയിരിക്കും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊരു ഭാവിയിൽ പ്രശ്നമായി മാറും. മറ്റൊന്നാണ് നമ്മുടെ കാസ്റ്റ് സിസ്റ്റം പോലെയുള്ള സിസ്റ്റങ്ങളുടെ പ്രശ്നം. മുന്നോട്ട് വരാൻ പല ആളുകൾക്കും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ജിയോഗ്രഫിക്കലായ പ്രശ്നങ്ങളുണ്ട്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, മറ്റുള്ള സ്ഥലത്ത് ചിലപ്പോൾ അത്ര ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളും ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റിനുള്ള കാരണങ്ങളാണ്. ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഇങ്ങനെയുള്ള അൺഎംപ്ലോയ്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് സമൂഹത്തിലും കുടുംബത്തിലും മറ്റു കമ്മ്യൂണിറ്റിയിലൊക്കെ നയിക്കും. ഒന്നാമത്തെ ഒരു പ്രശ്നമാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഒരു പേഴ്സണൽ ഡിസോർഗനൈസേഷൻ സംഭവിക്കും എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ കാര്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൃത്യമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരും. നമ്മുടെ ആഗ്രഹങ്ങളും മറ്റൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യും, പേഴ്സണലി പലപ്പോഴും അതൊരു വലിയ ആളുകളെ പ്രയാസങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും മെൻ്റലും ഫിസിക്കലായ പല പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുള്ളതാണ്. മറ്റൊന്ന് ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാവും. കാരണം അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കൃത്യമായ ആവശ്യമായ ന്യൂട്രീഷനുള്ള ഫുഡുകൾ, അതുപോലെ മെഡിക്കൽ കെയറുകൾ, മറ്റു എഡ്യൂക്കേഷൻ, ഈ മേഖലയിലൊക്കെ ബാധിക്കും അൺഎംപ്ലോയ്ഡ് ആയിക്കഴിഞ്ഞാൽ. പലപ്പോഴും കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അതുപോലെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മളിങ്ങനെ അൺഎംപ്ലോയ്ഡ് ആളുകൾ പലപ്പോഴും കമ്മ്യൂണിറ്റിയിൽ തന്നെ വലിയ പ്രശ്നമായിട്ട് ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, തീരെ മൈൻഡ് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും ആളുകൾ വലിയ കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ആളുകളിലേക്കൊക്കെ കാര്യം തിരിയുക, നമ്മളിലേക്കായിരിക്കും പെട്ടെന്ന് തിരിയുക. അപ്പോൾ സമൂഹത്തിനൊരു ഭാരമായിട്ട് തന്നെ മാറുന്നൊരു പ്രശ്നം വരും. അപ്പം അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, പല കോൺസിക്വൻസ് ഇത് മൂലം ഉണ്ടാവും. ഇതിനുള്ള പരിഹാരങ്ങൾ, ഇതിനുള്ള റെമഡീസ് എന്താണെന്ന് ചോദിച്ചാൽ, കൃത്യമായി ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിലുള്ള ഗൈഡൻസും മറ്റോ കൊടുത്തിട്ട് അവരെ കൃത്യമായിട്ടൊരു ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് ടേം മെഷേഴ്സിൽ നിന്ന് മാറിയിട്ട് വലിയ ലോങ് ടേം പ്രൊജക്റ്റുകളിലൂടെയാണ് ഇതൊക്കെ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഈ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കണം. അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വീണ്ടും ആ ജോലിയിലേക്ക് തന്നെ മടങ്ങി വരാനുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ ടെക്നിക്കലായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കൃത്യമായ ഗൈഡൻസ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. അവർക്ക് കൃത്യസമയത്ത് എന്ത് ചെയ്യണം, കൃത്യമായ ഗൈഡൻസ് കൊടുത്ത് അവരെ ഓരോ ജോലിയിലേക്ക് തിരിച്ചുവിടണം എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ സംസ്ഥാനത്ത് മറ്റൊക്കെയുള്ള പ്രശ്നമാണ് ഈ ഒരു പെൻഷൻ, ഓൾഡ് പെൻഷൻ സ്കീം. അതൊരു പെട്ടെന്ന് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ എക്കണോമിക്കൽ സ്റ്റാറ്റസിനെ പലപ്പോഴും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഭാഗം സൂചിപ്പിക്കുന്നത്. അതായത് പതിയെ ആ ഒരു രീതിയിൽ നിന്ന് മാറണം. ഈ ഓൾഡ് പെൻഷൻ സ്കീമിൽ നിന്ന് മാറിയിട്ട് പുതിയ രീതിയിൽ അതെന്ത് ചെയ്യണം, മറ്റു രീതിയിലേക്ക് ആവിഷ്കരിക്കണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. കാരണം അത് പലപ്പോഴും നമ്മുടെ എക്കണോമിക്കൽ മേഖലയിൽ ഒരു പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല പദ്ധതികൾ വരുത്തിയിട്ട് വേണം ഈ അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ നീക്കം ചെയ്യാൻ. അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ കൊണ്ടുവരണം. മറ്റു ഫാമിലി പ്ലാനിങ്, അതൊരു വലിയ വിഷയമാണ്. കാരണം ഒരു കൃത്യമായൊരു ഫാമിലി പ്ലാനിങ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ നാഷണൽ ബിൽഡിങ്ങിനെ സഹായിക്കുക. അപ്പോൾ പോപ്പുലേഷൻ കൂടുക എന്നുള്ളതിനപ്പുറം അത് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ നാഷണൽ ബിൽഡിങ്ങിനെ സഹായിക്കുന്ന രീതിയിലാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കൃത്യമായി നമ്മുടെ ഫാമിലി പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ കൃത്യമായി അവർക്ക് ഒരു വിഷനും മിഷനൊക്കെ ഉണ്ടാകുമ്പോൾ അത് കൂടുതലായിട്ട് സമൂഹത്തിന് ഗുണം ചെയ്യും, നാഷണൽ ബിൽഡിങ്ങിനും സൊസൈറ്റിക്കൊക്കെ ഉപകാരം ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ കൃത്യമായ ട്രെയിനിങ്ങും ഗൈഡൻസും ഒക്കെ ആളുകൾക്ക് കൊടുക്കുക. അതുപോലെ മറ്റു പ്രൊജക്റ്റുകൾ, കമ്മ്യൂണിറ്റി പ്രൊജക്റ്റുകളൊക്കെ നടത്തിയിട്ട് വേണം ഈ ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റിലേക്ക് അവരെ തിരിച്ചുവിടാൻ. അങ്ങനെ കൃത്യമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള നല്ല റെമഡീസുകളിലൂടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പവേർട്ടി ആയാലും അൺഎംപ്ലോയ്മെൻ്റ് ആയാലും
അതൊരു ലോങ് ടേം പ്രൊജക്റ്റുകളിലൂടെയും പ്രോസസ്സിങ്ങളിലൂടെയാണ് അതൊക്കെ നമുക്ക് സമൂഹത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്.